എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്ക് 2025 വേണ്ടി ഒരു ബുള്ളറ്റ് ജേർണൽ സെറ്റ് ചെയ്താലോ? അപ്പം നോട്ട്ബുക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മുടെ ഫസ്റ്റ് പേജിൽ എല്ലാത്തിലും കാണുന്ന പോലെ തന്നെ ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കൂടെ ഞാനൊരു ക്യൂട്ട് ഗേളിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബുള്ളറ്റ് ജേർണൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. കുറേ ടൈപ്പ് ഓഫ് ജേർണലിൽ നമ്മളൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് മൊത്തം പ്ലാൻ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബുള്ളറ്റ് ജേർണൽ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സൈഡിൽ ഞാൻ വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ 2025 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം ഈ ബുക്കിൻ്റെ കവർ ഒരു ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ജേർണൽ കംപ്ലീറ്റ് ഒരു ബ്ലൂ തീമിൽ കീപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇനി നമ്മൾ ചാനലിൻ്റെ ലോഗോ ഞാനിവിടെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊരു നീല കളറിൽ വെച്ചാൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സൊക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യാണ്. ഇതെനിക്ക് വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഫ്ലോപ്പായെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഡു കമൻറ്റ് ബിലോ. അപ്പം നമ്മളിങ്ങനെയൊക്കെ ഇതെടുത്തിട്ടുണ്ട്. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷേ കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്ത പേജിൽ നമ്മൾ കലണ്ടർ വയ്ക്കുകയാണ്, അതായത് മൊത്തത്തിലുള്ള മന്ത്സിലെ ഡേറ്റ്. എനിക്ക് ഈ കലണ്ടർ എഴുതുന്ന പരിപാടിയേ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനിത് പ്രിൻ്റ് എടുത്തു. കാരണം ഞാൻ എപ്പോൾ എഴുതിയാലും ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കും. ഇതാകുമ്പോൾ പിന്നെ വൃത്തിക്കിരുന്നോളല്ലോ. അപ്പം നമ്മുടെ കലണ്ടർ പേജും സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റാണ് ഇമ്പോർട്ടൻ്റ് ആയ ഫ്യൂച്ചർ ലോഗ്. ഫ്യൂച്ചർ ലോഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 12 മന്ത്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 12 മാസത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഫ്യൂച്ചർ ലോഗ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗോൾസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനുവേണ്ടി വർക്ക് ചെയ്യും അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ ഇപ്പം ഡേറ്റ്സ് ഒക്കെ മറന്നു പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അതായത് ഇമ്പോർട്ടൻറ്റ് ബർത്ത്ഡേസ് ഒക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ അതാണ് ഈ ഫ്യൂച്ചർ ലോഗിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മളൊരു ഗോൾ എടുത്ത് ഈ ഗോളിന് വേണ്ടി ഞാൻ ഈ മാസം ഇത്രയൊക്കെ ചെയ്യും. ഇപ്പം നമുക്കൊരു സാധനം പഠിക്കാനുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മന്തിൽ ഞാൻ ഇത്രയും ലെക്ചർ കണ്ട് തീർക്കും, ഈ മന്തിൽ ഞാൻ അതിനു വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ എഴുതി വയ്ക്കാം. എഴുതി വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇത് ചെയ്യാൻ കൂടെ വേണം. അപ്പോഴാണ് ജേർണൽ അല്ലെങ്കിൽ ബുള്ളറ്റ് ജേർണൽ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഇത് ഞാൻ ഔട്ട്ലൈൻസ് നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്യണത്. പിന്നെ ഇതിലും നമ്മൾ സെയിം ബ്ലൂ തീമാണ് കീപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ലൈറ്റ് ഡാർക്ക് ബ്ലൂ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മന്തൊക്കെ. നിങ്ങൾക്കിനി ഇതിനായിട്ട് വേണ്ട കണ്ടൻറ്റ് നിങ്ങളേതായ രീതിയിൽ എഴുതി കൊടുക്കാം. മൊത്തം ഇപ്പോഴും ഫില്ല് ചെയ്യണമെന്നില്ല, സ്റ്റിൽ ഇപ്പോൾ അറിയണതൊക്കെ ഇപ്പോൾ എഴുതി വയ്ക്കാം. അപ്പം അങ്ങനെ ഫ്യൂച്ചർ ലോഗും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഗോൾസ് ആണ്. അപ്പോൾ 2025 നമ്മുടെ എന്തൊക്കെ ഗോൾസ് ഉണ്ട് അത് നമുക്ക് എഴുതാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ഷൻസും. ഗോൾസ് മാത്രം പോരല്ലോ, അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ഷൻ എടുക്കുമെന്നും കൂടി എഴുതണ്ടേ. ഇപ്പോൾ എനിക്കിവിടെ 4 ഗോൾസാണുള്ളത്, അതുകൊണ്ട് ഞാൻ 4 ബോക്സ് വരച്ചിട്ട് അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഗോൾസ് വെച്ച് ഓവർവെൽംഡ് ആവാതെ നോക്കുക. പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ഗോൾസ് നമുക്ക് എഴുതി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഹെൽത്ത്, യൂട്യൂബ്, പിന്നെ അക്കാഡമിക്സ്, സ്കിൽ, ഇത് 4ആണ് എഴുതിയിട്ടുള്ളത്. ഈ ഓരോ ബോക്സിൻ്റെ അകത്തും നമ്മളിത് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുമെന്നും കൂടി എഴുതി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പേജ്. പിന്നെ നമ്മളൊരു ബ്ലൂ കളർ ബട്ടർഫ്ലൈനെയും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് റീസെറ്റ് പേജാണ്. 2 റീസെറ്റ് ഉണ്ട്, വീക്ക്ലി റീസെറ്റ് ആൻഡ് മന്ത്ലി റീസെറ്റ്. വീക്ക്ലി റീസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. മന്ത്ലി റീസെറ്റിൽ കുറച്ച് വലിയ ചേഞ്ചസ് ഒക്കെ വരുത്താം. ഇപ്പോൾ എക്സാമ്പിളിലേക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്യാം, സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കാം, ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാം. അങ്ങനെയൊക്കെ റീസെറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാം നിങ്ങൾക്ക്. അപ്പം നമ്മളെ നെക്സ്റ്റ് പേജ് കണ്ടൻറ് ഐഡിയാസാണ്. ഇതിപ്പം ഞാൻ യൂട്യൂബ് ചെയ്യണതുകൊണ്ടാണ് ഞാൻ കണ്ടൻറ് ഐഡിയാസ് ആഡ് ചെയ്തത്. അപ്പം നിങ്ങളിപ്പം വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഐഡിയ ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ആലോചിച്ച് വയ്ക്കും, പിന്നെ അതങ്ങ് മറന്നു പോകും. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ അതവിടെ ഇരിക്കുമല്ലോ. എപ്പോഴും ഇങ്ങനെയാണ്, ലൈക്ക് വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ച് വെച്ച സാധനം ഞാൻ മറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഇഫ് യു ഹാവ് എ യൂട്യൂബ് ചാനൽ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതും ഞാൻ 12 മന്ത്സിലേക്ക് വേണ്ടിയിട്ട് ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ കോളംസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഓരോ മന്തിൽ സ്പെസിഫൈഡ് ആയിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ഡിസംബറിൽ ഫുൾ ക്രിസ്മസ് ക്രാഫ്റ്റ് ആണല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടി ഭയങ്കര നല്ലതാണ്. അപ്പം ഡു ദിസ്. ഇനിയുള്ളത് നമ്മുടെ നെക്സ്റ്റ് പേജ്. ആക്ച്വലി ഞാൻ ഇവിടം വരെ ചെയ്താൽ മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ ആ പേജ് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് അതിൽ ഡെയിലി അഫർമേഷൻസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം.
ഒന്ന്, കുറച്ച് അഫർമേഷൻസ് എഴുതി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് വായിച്ച് നോക്കാം. 2, ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ അഫർമേഷൻസ് വന്ന് എഴുതി കൊടുക്കാം. രണ്ടാണെങ്കിലും നല്ലൊരു ഐഡിയ ആണ്. ലൈക്ക് അഫർമേഷൻസിൻ്റെ യൂസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഈ പേജ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം 2025 ഒരു ബെസ്റ്റ് ഇയർ ആവട്ടെ. അപ്പം നമ്മൾ ജേർണൽ കഴിഞ്ഞു, നമുക്കൊരു ഫ്ലിപ്പ് ത്രൂ വേണം.